ഇന്നത്തെ റെസിപ്പി എന്ന് പറയാൻ നമ്മളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കുട്ടികളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള നമ്മളുടെ കട്ട്ലറ്റാണ് കേട്ടോ. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് എണ്ണ ചൂടാകുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ കറിവേപ്പിലയും ഒരു 2-3 സവാള, 5-8 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് ഒരു 4-5 അല്ലി 5 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. മാക്സിമം കുനുകുനേ അരിഞ്ഞോളൂ കേട്ടോ. അപ്പോൾ ഇതിലേക്കൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തോളൂ, ഒന്ന് വാടി വരട്ടെ കേട്ടോ. അപ്പോൾ ഉപ്പിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടി വരുമെന്ന് എല്ലാവർക്കും അറിയാം. ഈ ടിപ്സൊന്നും ആരെയും പഠിപ്പിച്ച് തരേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് സവാള ഒന്ന് വാട്ടിയെടുക്കാം. നമ്മൾ അന്ന് ഒരു ചിക്കൻ ബിരിയാണി, തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയില്ലേ, അതിൻ്റെ ബാക്കി കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നത് കാരണം ഞാൻ അതെടുത്തിട്ട് അല്പം ഉപ്പ് ഇട്ട് അങ്ങ് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിൽ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് അതിൻ്റെ ആ എല്ല് കളഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 പാർട്ടായിട്ട് ഞാൻ തിരിക്കുന്നുണ്ട്. പകുതി ഞാൻ മോമോസ് ഉണ്ടാക്കാൻ മാറ്റുന്നുണ്ട്, പകുതി നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നുള്ളൂ, മോമോസ് ഉണ്ടാക്കുന്നില്ല. അപ്പോൾ അതാ ഉപ്പിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ചേർക്കുന്നത് നമ്മളുടെ ഗരം മസാലയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ഗരം മസാലയും 1 ടേബിൾ സ്പൂൺ കണക്കാക്കി ചിക്കൻ മസാല. അത് നിങ്ങൾ ഏത് ബ്രാൻഡ് വേണമെങ്കിലും യൂസ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് നല്ല രീതിയിലൊന്ന് ഇളക്കി യോജിപ്പിക്കുക. പിന്നെ നല്ല കാശ്മീരി ചില്ലി പൗഡർ ആണെന്നുണ്ടെങ്കിൽ നല്ല കളർ കിട്ടും. എൻ്റെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലായിരുന്നു, അത് കാരണം അത്ര കളറില്ല കേട്ടോ. അപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ ആ ചിക്കൻ വേവിക്കാൻ വെച്ചത് കൂട്ടത്തിൽ ഞാൻ 2-3 ഉരുളക്കിഴങ്ങും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് ചിക്കൻ വേവിച്ചത്. അതിനോടൊപ്പം തന്നെ 3 ഉരുളക്കിഴങ്ങും കൂടി ഞാൻ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം. അത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ഉടച്ച് നല്ല രീതിയിൽ ഇതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേപോലാണോ കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി ഇങ്ങനെയായിരുന്നു. ഉരുളക്കിഴങ്ങ് കുറച്ച് കൂടുതൽ ഞാൻ ചേർത്ത്, കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കട്ട്ലറ്റൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. നാട്ടിൽ പോകുമ്പോഴാണ് സത്യം പറയുക, ഇവിടെ അതൊന്നും കിട്ടാറില്ല കേട്ടോ. കട്ട്ലറ്റ്, പപ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പരിപ്പ് വട, നമ്മുടെ നാടൻ, അതായത് കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറച്ച് ഫുഡുകളൊക്കെ ഉണ്ട്. നെയ്യപ്പം, അച്ചപ്പം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊന്നും ഇവിടെ കിട്ടാറില്ല. നമുക്ക് തോന്നുമ്പോൾ നമ്മൾ ഉണ്ടാക്കി കഴിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാ ഉരുളക്കിഴങ്ങൊക്കെ നല്ല രീതിയിൽ ഉടച്ച് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ മിക്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് നമ്മൾ ആ മസാലയൊക്കെ അങ്ങോട്ട് കുടഞ്ഞ് തട്ടിയിടുന്നുണ്ട്. പിന്നെ ഈ ചെറുതായിട്ട് കറിവേപ്പില അരിഞ്ഞിടുമ്പോഴുണ്ടല്ലോ അതിൻ്റെ ആ ഫ്ലേവറൊക്കെ നല്ലതായിട്ട് അങ്ങോട്ട് ഇറങ്ങും കേട്ടോ. അത് എണ്ണയിൽ കിടന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ നല്ലൊരു മണം തന്നെ വരുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി ഉടച്ചതും കൂടി അതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമ്മൾ ചേർക്കുന്ന വേറൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ചിക്കൻ കുറച്ചുണ്ടായിരുന്നു, അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പകുതി പോർഷൻ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്, പകുതി പോർഷൻ അങ്ങ് വെക്കുകയാണ്. പിന്നെ ആ കുക്ക് ചെയ്ത വെള്ളം ഞാൻ ഒട്ടും കളഞ്ഞിട്ടില്ല, അതും ഫ്രീസറിൽ ഞാൻ കയറ്റിയിട്ടുണ്ട്. അതിനൊരു സോസ് ഉണ്ടാക്കാൻ അത് വേണം കേട്ടോ. അപ്പോൾ മോമോസിൻ്റെ റെസിപ്പി ഞാൻ നെക്സ്റ്റ് ഡേ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ പകുതി പോർഷനാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് കേട്ടോ, നമ്മുടെ കട്ട്ലേറ്റിൻ്റെ അകത്തേക്ക് ഇടുന്നത്. അപ്പോൾ വൈകുന്നേര സമയങ്ങളിൽ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഉണ്ടാക്കി കൊടുക്കാൻ, ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു സ്നാക്സ് ഐറ്റമാണ്. എല്ലാവർക്കും അറിയാവുന്നതാണ് കട്ട്ലറ്റിനെ കുറിച്ചൊക്കെ അല്ലേ, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പം അല്പം ലൂസായിട്ട് തോന്നുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബ്രെഡില്ലേ, ബ്രെഡിൻ്റെ ക്രംസ് അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ബ്രെഡ് ജസ്റ്റ് ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഒരുപാടിട്ട് അങ്ങോട്ട് കുഴച്ച് പരുവാക്കണ്ട, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതേപോലെ ആക്കിയതിന് ശേഷം 2 മുട്ട ഞാനൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് മുക്കിയിട്ട് നമ്മൾ ബ്രെഡിൻ്റെ ക്രംസിൻ്റെ അകത്തൊന്ന് റോൾ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. വളരെ ഈസിയാണ്. ഇതൊന്ന് കുക്ക് ചെയ്യുന്ന ആ ഒരു സമയം മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി കുക്കാക്കിയതാണ്. പിന്നെ നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നെടുക്കുന്നു മാത്രമേ ഉള്ളൂ. ഡീപ്പ് ഫ്രൈ വേണ്ട, ഷാലോ ഫ്രൈ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീപ്പ് ഫ്രൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുക്കി പൊരിച്ചെടുക്കുന്നതാണ്. ഈ കട്ട്ലറ്റൊന്നും അങ്ങനെയല്ല, ജസ്റ്റ് ഒരുപാട് എണ്ണ പാനിലൊന്നും ഒഴിക്കേണ്ട, ജസ്റ്റ് ഫ്രൈ ചെയ്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതെല്ലാം ഒന്ന് ഷേപ്പ് ആക്കി എടുക്കുക. ഹാഫാണ് കാണുന്നില്ല, എൻ്റെ എഡിറ്റിങ്ങിൻ്റെ ഗുണമാണ്. അത്ര പെർഫെക്റ്റായിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും ഞാൻ പഠിച്ചിട്ടില്ല, എങ്കിലും തട്ടിക്കൂട്ട് അങ്ങനെയുള്ളൂ കേട്ടോ. അല്ലാതെ നമ്മൾ അത്ര അങ്ങോട്ട് പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചില പോരായ്മകളൊക്കെ എൻ്റെ വീഡിയോസിലൊക്കെ ഉണ്ടാവും, നിങ്ങളൊന്ന് ക്ഷമിക്കുക. എങ്കിലും ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആ മുട്ടയില്ലേ അതിലൊന്ന് മുക്കിയതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ പൊടിയിലൊന്ന് റോൾ ചെയ്തെടുക്കുക. അത്രയേ ഉള്ളൂ, ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നു. അത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടം. ഒരുപാട് സ്പൈസി ആക്കാതിരുന്ന് കഴിഞ്ഞാൽ കുഞ്ഞു കുട്ടികൾ വരെ കഴിക്കും കേട്ടോ. എൻ്റെ കുഞ്ഞു മോളും കഴിച്ചിട്ടുണ്ടായിരുന്നു.
ഞാൻ ഒരുപാട് സ്പൈസി ആക്കിയിട്ട് ഉണ്ടാക്കിയിട്ടില്ലായിരുന്നു. അത് കാരണം കുഞ്ഞിനും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഒരെണ്ണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കനൊക്കെ അല്ലേ, ചിക്കനുണ്ട്, ഉരുളക്കിഴങ്ങുണ്ട്, അതൊക്കെ അങ്ങ് ചെന്നോളുമല്ലോ വിശപ്പിന്. വൈകുന്നേര സമയങ്ങളിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. ദാ 4 ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി 4 അല്ല കേട്ടോ, കുറേ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ അത്രയും ഒന്നും ഫ്രൈ ചെയ്തിട്ടില്ല. ജസ്റ്റ് ഇപ്പം ഞങ്ങൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങൾ 4 ഫ്രൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ചൂട് ചായയുടെ കൂടെയൊക്കെ മഴ പെയ്തൊക്കെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ പരിപ്പുവടയൊക്കെ കഴിക്കുന്ന പോലെ ഇതൊക്കെ ഇങ്ങോട്ട് കഴിച്ച് ഇങ്ങനെ ഇരിക്കണം അല്ലേ. എന്താ ഒരു കേൾക്കുമ്പോൾ തന്നെ എന്താ ഒരു ഫീലില്ലേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. റെസിപ്പികളൊക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാൻ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിനോടൊപ്പം തന്നെ ബെല്ലൈക്കണം കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണമെങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഇതെപ്പോഴും പറയുന്നതാണെന്ന് വിചാരിക്കരുത് കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോസൊക്കെ ഇടാൻ തോന്നുകയുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് ഒരു റെസിപ്പിയുമായി കാണും വരെയും ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.